നമസ്കാരം. അധികാലത്ത് എഴുന്നേൽക്കുന്ന അമ്മമാരിലെ ചൈതന്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈകി എണീക്കുന്നവരെക്കാൾ അതേറെയാണ്. വെളുപ്പിന് എണീറ്റ് കൈ കൂട്ടി തിരുമ്മി മുഖത്ത് വെച്ച് മുറ്റമടിച്ച് അടുപ്പ് കത്തിച്ച് ആരംഭിക്കുന്നു. ഒരു ഹോമത്തിന് തുല്യമായതെല്ലാം നടക്കുന്നുണ്ട്. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വലിയ യത്നം തുടങ്ങുകയാണ്. അതിനെയാണല്ലോ ബലിയായിത്തീരൽ എന്നൊക്കെ വിളിക്കേണ്ടത്. നിസ്വാർത്ഥമായ ഇടപെടലുകൾ എത്രമാത്രം ലാവണ്യമുള്ളവയാണ്. ഒരു ഭാരത വിചാരം കൗതുകകരമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കിടക്കയുടെ വലതുവശത്തുകൂടി എണീറ്റിരുന്ന് കൈകളെ മലർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുമത്രേ: കരാഗേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ ഗൗരി, പ്രഭാതേ കരദർശനം. ഐശ്വര്യത്തെയും വിദ്യയെയും വിശ്വാസത്തെയും ധ്യാനിച്ച ശേഷം എണീക്കുന്നു. സയൻസ് പറയുന്നതും തിടുക്കപ്പെട്ടാൽ ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ പാടുപെടുമെന്നല്ലേ. അതിനാൽ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക എന്നത്രേ. നോമ്പിലെ പ്രഭാതങ്ങളിലും അധികാലത്ത് ഉണരുന്നതിനും ഒന്നിരുന്ന് ധ്യാനിച്ചതിന് ശേഷം എണീക്കുന്നതിനും ആവശ്യമായ വിഷയങ്ങളുണ്ട്. നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ അത് അടുക്കി വച്ചിട്ടുമുണ്ട്. അധികാലത്ത് ഉണർന്ന് പ്രവർത്തിച്ചവരെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളാണ് അതൊക്കെ. നമ്മുടെ പതിവ് ശീലങ്ങൾ തെറ്റിച്ച് വേറിട്ട ചില ക്രമീകരണങ്ങൾ വരുത്തുന്നത് എന്തിനെന്നുകൂടെ നോക്കിയതിന് ശേഷം ഈ ധ്യാന വിഷയങ്ങളിലേക്ക് കടക്കാം. മരം കയറാൻ അറിയാമോ? നോമ്പ് ഒരു മരം കയറലാണ്, സക്കായിയുടേതുപോലെ. സക്കായി എന്തിനാണ് കയറിയത്? യേശുവിനെ കാണാൻ. എന്ത് ഫലമുണ്ടായി? യേശു അവനെ നോക്കി. ചുരുക്കത്തിൽ ദൈവത്തെ കാണാൻ കയറി, ദൈവം കണ്ടു. പ്രിയ സുഹൃത്തെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് കാണാൻ പാകത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കലാണ് നോമ്പ്. പുരുഷാരം നിമിത്തമാണ് സക്കായിക്ക് യേശുവിനെ കാണാതെ പോകുന്നത്. ലോകം എങ്ങനെയാണ് ദൈവത്തെ കാട്ടിത്തരിക? യാക്കോബിന്റെ ശകാരം മറക്കരുത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകവിചാരം ദൈവത്തോടുള്ള ശത്രുത്വമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ജനക്കൂട്ടം എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ ഞാനിപ്പോൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അധികാലത്ത് ഉണരുക, ദൈവത്തിന് കാണാവുന്ന തരത്തിൽ ജീവിതം മാറ്റിപ്പിടിച്ചവരെ കുറിച്ച് ധ്യാനിക്കുക. ബാക്കിയുള്ളവർ എന്തു ചെയ്യുന്നു എന്നതല്ല സുഹൃത്തെ പ്രധാനം. എൻ്റെയും നിൻ്റെയും ഈ ദിവസത്തെ ഇടപെടലുകളാണ് നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നത്. അത്രയും. നമസ്കാരം.